ദാമ്പത്യ ബന്ധത്തിന്റെ ദൃഢത കൂട്ടാൻ രണ്ടാളും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത് നല്ലതാന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ഉണ്ണി, ഞാൻ ആര്യ. ഞങ്ങൾ രണ്ടും കൂടെ ഒരു പരീക്ഷണത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഹോട്ട് ചോക്ലേറ്റ്, അതാണ് ടാർഗറ്റ്. ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ ആ തുള്ളിക്കളിച്ച് പോകുന്ന ഉണ്ണിക്കും ആ വീഡിയോ എടുക്കുന്ന എനിക്കും നല്ല വിശപ്പാണ്. അപ്പോൾ ഒരു ദിവസം പോകുന്ന വഴിക്ക് പാലാ ബേക്കേഴ്സിൽ കയറിയിട്ട് ഹോട്ട് ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചു. അതങ്ങ് വല്ലാണ്ട് പിടിച്ചു പോയി. പിന്നെ പല ദിവസങ്ങളിലും പല ഡിസൈനിൽ കിട്ടിയ ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങൾ അകത്താക്കി. ഹോട്ട് ചോക്ലേറ്റിനോടുള്ള ആ കൊതിയാണ് ഞങ്ങളെ വീട്ടിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കാൻ പ്രേരിപ്പിച്ചത്. അല്ലാതെ ദാമ്പത്യ ബന്ധത്തിന്റെ ദൃഢത ഒരുമിച്ച് കുക്കിംഗ് ചെയ്താൽ കൂടുമെന്ന് കേട്ടിട്ടോന്നല്ല കേട്ടോ. പക്ഷെ കൂടുവാണെങ്കിൽ അങ്ങ് കൂടിക്കോട്ടെ. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ടെന്നേ. ഒരു 100 ഗ്രാം ചോക്കോ ചിപ്സ്, കൊക്കോ പൗഡർ, കോൺഫ്ലോർ, ഒരു സിന്നമണിൻ്റെ പീസ്, അത്രയും മതി. അയ്യോ, അത്രയും പോരട്ടോ, മെയിൻ ഐറ്റം ആയിട്ടുള്ള പാലും കൂടെ വേണം. നന്ദിനിയുടെ പാലാണ് ഞങ്ങളെടുത്ത. 1 ലിറ്റർ പാലുണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കാനായിട്ട് എടുത്തത് ഈ കാണുന്ന ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പാലും കുറച്ചും കൂടെ എക്സ്ട്രാ ഒരു 1/2 ലിറ്റർ പാലെന്തായാലും വരും. എന്നിട്ട് അത്രയും പാലെടുത്തിട്ട് ചൂടാക്കാൻ വെച്ചു. തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പാല്. ഈ പാലിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് സിന്നമണിൻ്റെ ഒരു പീസ് ആഡ് ചെയ്തു. കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ. പഞ്ചാര കുട്ടികൾക്കും പഞ്ചാരക്കുട്ടന്മാർക്കും കുറച്ചുകൂടെ പഞ്ചാര വേണമെങ്കിൽ ഇടാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ അത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആ ചൂടുള്ള പാലെടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് ആ പാലിലോട്ട് അങ്ങ് ഒഴിക്കാം. പിന്നെ മെയിൻ ഐറ്റമായിട്ട് അടുത്ത സാധനമാണ് നമ്മുടെ ചോക്ലേറ്റ്. ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാമെന്നാണ് പലരും പറയുന്നത്. ഞങ്ങളെടുത്തേക്കുന്നത് ഈ ചോക്കോ ചിപ്സ് ആയിട്ടുള്ള ചോക്ലേറ്റാണ്. അതെടുത്തിട്ട് ഈ പാലിലോട്ട് അങ്ങ് ഇടാം. അത് നമ്മൾ ഈ പാലിങ്ങനെ ചൂടായിട്ട് ഇരിക്കുകയാണല്ലോ, അത് ഒത്തിരി തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം ഒന്നങ്ങ് മെൽറ്റായാൽ നമുക്ക് വാങ്ങി വയ്ക്കാം. അത്ര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് ഞങ്ങൾക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു. കുറച്ച് ചോക്കോ ചിപ്സ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ഗ്ലാസിൻ്റെ അടിയിലോട്ട് അങ്ങ് ഇട്ടു. ചോക്ലേറ്റ് ലവേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിന് ചോക്കോ ചിപ്സ് എടുത്തു. എന്നിട്ട് നമ്മുടെ ചൂടുള്ള ഹോട്ട് ചോക്ലേറ്റ് അതിനകത്തേക്ക് ഒഴിച്ചു. ആഹാ, കുടിച്ചു നോക്കി, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ദാമ്പത്യ ബന്ധത്തിൻ്റെ ദൃഢത കുറച്ചുകൂടി കാണും ആയിരിക്കും അല്ലേ? അതെ, കുഴപ്പമില്ലായിരുന്നു എന്തായാലും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് ബാക്കിയുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ തണുപ്പിച്ച് കഴിച്ചു. അപ്പോൾ തണുത്ത ഹോട്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ കോൾഡ് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയാം. അയ്യോ, കോൾഡ് ഹോട്ട് ചോക്ലേറ്റ് അല്ല, കോൾഡ് ചോക്ലേറ്റ് എന്ന് പറയാം. അപ്പോൾ 2 രീതിയിലും കഴിക്കാൻ ഒരു രസമുണ്ടായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യുക. എസ്പെഷ്യലി ഈ ദൃഢത കൂട്ടാൻ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്യുക. ഇനി വരുന്ന വ്ളോഗ്സിലൂടെയൊക്കെ ഞങ്ങളെ കൂടുതൽ പരിചയപ്പെടാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.